എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് കൺഫെഷൻ? കൺഫെഷൻ എന്തിനു വേണ്ടിയാണ്? എന്തിന് നമ്മൾ അച്ഛൻ്റെ അടുക്കൽ പോയി നമ്മുടെ പാവങ്ങളേറ്റ് പറയണം? ഇത് പലരും ഹൃദയത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുത്തരമായിട്ട് ഒന്നിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ ക്രിസ്മസ് ടൈമിൽ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മരണശേഷം എന്താണ് സംഭവിക്കുക എന്നത് പലരും വിശ്വസിക്കുന്നില്ല. വിശ്വാസം ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയിൽ സ്വർഗരാജ്യത്തിലെത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ മരിച്ചാൽ നമ്മൾ ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ വിശുദ്ധീകരണ സ്ഥലത്തിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ കൺഫസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ അനുദപിക്കുകയാണെങ്കിൽ, ഓരോ അനുതാപവും നമ്മളെ ശുദ്ധീകരണ സ്ഥലത്തിലെ വർഷങ്ങൾ കുറയ്ക്കുന്നു. ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വർഷം 100 150 കൊല്ലമാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഓരോ അനുതാപം വഴി 5 കൊല്ലം വീതം നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഏതൊക്കെ പാപങ്ങൾ കടിമയാണോ ആ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ മേഖലയിൽ നമുക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ വിശുദ്ധീകരണം ലഭിച്ചെങ്കിൽ മാത്രമേ സുഖരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു പേപ്പർ മുഴുവൻ മഷിയാണെങ്കിൽ ആ മഷി നിറഞ്ഞിരിക്കുമ്പോൾ ആ കുറേ ഡോട്ടുകളുണ്ടെങ്കിൽ ആ ഡോട്ടുകൾ എല്ലാം ഓരോ പാമാവസ്ഥകളാണെങ്കിൽ ഈ ഡോട്ടുകൾ മുഴുവൻ മായ്ക്കപ്പെട്ടാൽ മാത്രമേ ആ ഒരു പേപ്പറിന് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ്, അതിൻ്റെ വെള്ള കളർ കിട്ടുകയുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഓരോ ഡോട്ടുകളും ഓരോ പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുമ്പോൾ നമുക്ക് വലിയ കരുണ ദൈവത്തിന് ലഭിക്കും. ഓരോന്ന് ഏറ്റുപറയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് കുരിശിൻ്റെ തിരുരക്തത്താൽ നമ്മൾ വിശദീകരിക്കപ്പെടുകയാണ് ചെയ്യുക. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, കർത്താവിൻ്റെ യോഗ്യതകൾ കൊണ്ടാണ് നമുക്ക് ഈ ക്ഷമ ദൈവം തരുന്നത്. അതുകൊണ്ട് മക്കളെ, കുമ്പസാരിക്കുന്നതിൽ നിങ്ങൾ എത്രമാത്രം തീഷ്ണതയുള്ളവരായിരിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുവാൻ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ ശിക്ഷിക്കുവാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാനാണ്. ലോകത്തെ ശിക്ഷിക്കുവാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കുവാനാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രമാണം പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇതിന് വിരുദ്ധമായി നമ്മൾ അന്യ ദൈവാരാധനകളിലേക്ക്, മന്ത്രവാദത്തിലേക്ക്, കൂടോത്രത്തിലേക്ക്, വായ്നോട്ടത്തിലേക്ക്, മഷിനോട്ടത്തിലേക്ക്, മറ്റു തരത്തിലുള്ള തിന്മകളിലേക്ക് കടന്നുള്ള നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെയും നമുക്ക് മാപ്പ് ചോദിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധം ആചരിക്കണം. നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവത്തെ എപ്രകാരമാണ് ആചരിക്കുന്നതെന്ന് ചിന്തിക്കണം. നമ്മൾ എത്രമാത്രം വിശുദ്ധിയോടെയാണ് ഞായറാഴ്ച ദിവസം നമ്മളെ ആചരിക്കുന്നത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും 6-ാം പ്രമാണ ലംഘനം ഏറ്റവും വലിയ പാപമാണ്. വ്യഭിചാരം ചെയ്ത് സെക്ഷൽ സിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം. കൊലപാതകം 5-ാം പ്രമാണത്തിൽ വിരുദ്ധമായി വന്നിരിക്കുന്ന പാപങ്ങൾ, ഇതെല്ലാം ഓരോ സെക്ട് ഓഫ് പാപങ്ങളാണ്. നമുക്കറിയാം, കൊലപാതകം ചെയ്തത് മാത്രമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കൊലപാതകത്തോടൊപ്പം ആരോടെങ്കിലും വെറുപ്പോ ഏതെങ്കിലും ഉദ്ദേശമോ വെച്ചുകൊണ്ടിരിപ്പുണ്ട്, അവയെല്ലാം നമ്മൾ നീക്കുക. അപ്പോൾ മാത്രമേ നമ്മൾ ശരിയായ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധീകരണം പരിപൂർണമായിട്ട് നമ്മൾ സ്വീകരിച്ച് 1 മുതൽ 10 പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പാപങ്ങളെല്ലാം നിർത്തിവെച്ച് നമ്മൾ ചിന്തിച്ച് അനുദപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമ്മളെ ഒരു വെള്ളവസ്ത്രം പോലെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. എന്നാൽ ഈ പാപങ്ങളോടെയാണ് നാം മരിക്കുന്നതെങ്കിൽ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് എത്ര കാലം കഴിയണമെന്ന് ദൈവം തീരുമാനിക്കുന്നു. അത്രയും കാലം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരും. അപ്പം അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക. സാത്താൻ നമ്മളെ എങ്ങനെയാണ് ഉപദ്രവിക്കേണ്ടതെന്നും എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചു വാങ്ങി ദൈവത്തോടുകൂടി നടന്ന് നമുക്ക് സുരാജ്യത്തേക്ക് പ്രവേശിക്കാം. ഇത് ക്രിസ്മസ് സന്ദേശമായിട്ട് എല്ലാവർക്കും നൽകുകയാണ്. എല്ലാവരുടെയും ക്ഷമിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. ഏത് മതത്തിൽപ്പെട്ടവനായാലും എല്ലാവരെയും രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും കർത്താവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകുക. അപ്പോൾ നമ്മുടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എളുപ്പമാകും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ്.